ഹായ് ഗൈസ്, ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഇപ്പൊ എന്താ പരിപാടി അറിയാലോ, വാലന്റൈൻസ് ഡേ ആണ്. അതെ, നാളെ വാലന്റൈൻസ് ഡേ. അതെ, നമ്മളും വാങ്ങിച്ചു ഡയറി മിൽക്ക് ഒരാൾക്ക് കൊടുക്കാൻ അല്ലേ? അതെ, അത് ആർക്കാന്നൊക്കെ നമ്മള് പറയില്ലേ. പറ, എന്താണ് പറയാനുള്ളത്? വാലന്റൈൻസ് ഡേ കുറിച്ച് എന്തോ പറയാനുള്ളത്? ആദ്യം അത് പറ. വാലന്റൈൻസ് പറ്റി എന്താണ്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനില്ല. ഇതൊക്കെ ചെലവാകുന്ന സമയമാണ് ഇപ്പൊ. ഇത് നമ്മള് മിനിഞ്ഞാന്ന് കടയിൽ പോയപ്പോ 5 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇത് എടുക്കാൻ പോയപ്പോ ലാസ്റ്റ് സാധനം ഇത്. പീസ് അത് ഞങ്ങളൊരാൾക്ക് കൊടുക്കാൻ വാങ്ങിച്ചേ. അത് എങ്ങനെ കൊടുക്കാന്നല്ലേ ഞങ്ങള് ചുമ്മാ ഇതിന്റെ ചുമ്മാ ഒരു ഇത് കണ്ടപ്പോ ഒന്ന് മേടിച്ച് വീഡിയോ ഉണ്ടോ. ഞങ്ങൾ ഇത് കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ട് സത്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുണ്ട്. എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആർക്കും കൊടുക്കാനല്ല, വാങ്ങി തിന്നണമെന്ന്. അത് കഴിഞ്ഞു കേട്ടോ, അല്ല പൊളിഞ്ഞു കേട്ടോ. ഇപ്പഴേ പറയുക അതേ പൊളിഞ്ഞു. പക്ഷെ ഇത് നമുക്ക് ഇത്രയും വലുത് കിട്ടിയിട്ടില്ല. ഇത്ര ഉള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ 150. ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഇത്ര ഇതുള്ള പൈസ ഇല്ല. അതെ, ഇതിന് തന്നെ 355 രൂപയുടെ ഐറ്റമാ ഈ സാധനം. ഞങ്ങൾ ഒറ്റയടിക്ക് നമ്മളെ 350 5 രൂപ ഡിസ്കൗണ്ട് ഇത്രയും രൂപ ഞങ്ങൾ ഒറ്റയടിക്ക് പോയി. അങ്ങനെ ആലോചിച്ച് എന്ത് വിഷം. പക്ഷെ ഇത് കഴിച്ചിട്ടും ഇല്ല, നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചില്ല. ഇത് നിങ്ങളെല്ലാരും കപ്പിൾസ് ആയിട്ടുള്ളവരെല്ലാരും കാണും, സിംഗിൾസ് ആയിട്ടവരും വാങ്ങിക്കുന്നവരല്ലേ, എക്സ്പീരിയൻസ് ചെയ്യണ്ടായോടെ. അതെ, തിന്നാത്തവരും തിന്നുക, വാങ്ങിച്ച് തിന്നുക. അതെ, നിങ്ങൾ വിഷമിക്കരുത്. സിംഗിൾസ് ആയിട്ടുള്ളവര് നിങ്ങളിത് വാങ്ങിച്ച് തിന്നുക, ആർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സിംഗിൾ ആയിട്ടിരിക്കുന്ന അടിപൊളി. നമ്മളെ വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്ക് അടിച്ചു കൊടുക്കല്ലേ. അതെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. സാധനം കൊള്ളാം കേട്ടോ. ഒരു ടാബ് കണക്കൊരു സാധനം കയ്യിലോട്ട് വന്നപ്പോഴേ ഒരു ടാബ് കണക്കൊരു സാധനം. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടം മറ്റേ ഫ്ലേവർ. എനിക്ക് മഞ്ചാ ഇഷ്ടം. എനിക്ക് മഞ്ച് 5 സ്റ്റാർ ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൽക്കി ബാർ ഐറ്റം. മിൽക്കി ബാറിന്റെ ഇത്ര ഉള്ളൊരു ഐറ്റം ഒക്കെ ഇറങ്ങി. ഇതൊക്കെ മിൽക്കി ബാറിന് ഒരു റേഞ്ച് ഉണ്ട്, അതിന്റെ അത്ര ഒന്നും പറ്റില്ല. എന്നാലും നമുക്കിത് വാങ്ങിച്ചത് നമുക്ക് കഴിക്കാം. പൊട്ടിക്കാം. ഇതെത്ര? 355 രൂപയുടെ ഐറ്റം ആണ്. സീലാണെങ്കിൽ ഒന്നും പൊട്ടിച്ച് പരിചയമില്ല, അതുകൊണ്ട് അതിന് വേറെ പറയാനല്ല. അല്ല, അങ്ങ് പൊട്ടിക്കട, വലിച്ചു കീറ്. പക്ഷെ ഇത്ര നല്ല പെട്ടി കാണുമ്പോ ഒന്ന് വലിച്ചങ്ങ് കീറാൻ തോന്നുന്നില്ല. എന്താന്ന് പാക്കിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. പാക്കിംഗ് ഒക്കെ സെറ്റാണ്. അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു. ഈ സാധനം കൊള്ളാം കേട്ടോ. എല്ലാരും കാണിച്ചോണ്ട്. ഇതെന്താ എന്തേലും എഴുതിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. അല്ലല്ല, അതിന് മുമ്പ് ഒരു സാധനം ഉണ്ട്. ഇപ്പുറത്തൊരു വലിക്കാൻ പുള്ളിന് ഭാഗത്തൊരു സാധനം. മോനെ, അത് വലിച്ചെടുത്തിന് വലിക്കാൻ പറ്റത്തില്ല. അറിയത്തില്ല. ഇത്രേ ഉള്ളൂ. ഇവിടെ പേരും നാളുമൊക്കെ എഴുതണം. ടു മൈ ഡിയർ ലവ് പേരും നാളുമൊക്കെ അർച്ചന എഴുതിക്കണം. ഇവിടെ എഴുതണം. ഇത് ഈ സാധനം കൊള്ളാം കേട്ടോ. ഇത് ഞാനിതിരെ കണ്ടിട്ടില്ലായിരുന്നു. ഇതിങ്ങനെ വലിച്ച് അവർക്ക് വേണ്ടി സ്പെഷ്യൽ. അതെ, കപ്പിൾസ് ഉള്ളവർക്ക് അറിയാമല്ലോ, വാങ്ങിക്കുന്നവരാണല്ലോ. അപ്പം ഇവിടെ പേര് എഴുതുക, എന്നിട്ട് തുറക്കുക. ഇവിടെ QR കോഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്കാൻ ചെയ്യണം. ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങളിൽ സ്കാൻ ചെയ്യണം. ഓക്കെ, സ്കാൻ ചെയ്യുമ്പോൾ അടുത്തോട്ട് കൊടുത്തരാം. അതെ, അറിയാലോ നാത്തി. മറ്റേ നമ്മളിപ്പോ പരസ്യത്തിലൊക്കെ കാണാറുണ്ട്, മറ്റേ 2 പെൻഗ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആന അങ്ങോട്ട് കൈമാറും. ഇതൊന്നും കാര്യമില്ല, നമ്മളിത് തിന്നു, അത്രേ ഉള്ളൂ. നമുക്കിത് തുറക്കാം. ഇതെന്തത്? പ്ലീസ്. ഈ സാധനങ്ങളാണ് കേട്ടോ. ഫോട്ടോ ഇവിടെ പെണ്ണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പിൾ ഫോട്ടോ ആണ്. അടിപൊളിയായിരിക്കും. കപ്പിൾസ് ഇല്ല, വേണ്ട, നോക്കണ്ട. നമുക്ക് എല്ലാവർക്കും ഇല്ല. ഈ ഐറ്റം കൊള്ളാം. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു കേട്ടോ. പുതിയതായിട്ടുള്ള സാധനം ഇല്ല. ഫോട്ടോയൊക്കെ വെച്ച് കൊടുക്കാം. എന്തുവാ ഇനി അകത്തോട്ടുണ്ടോ? യു ആർ സോ സ്പെഷ്യൽ. സത്യം പറഞ്ഞ ഞാൻ മുട്ട ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇത്രയും പെട്ടിയുടെ വലിപ്പമുള്ളൂ. ഞങ്ങൾ ഇത്രയും സാധനം ഉണ്ടെന്ന് പറ്റിക്കപ്പെട്ടു. പിന്നെ ഇതിന് എങ്ങനെയാ? സീലൊക്കെ ഉണ്ട്. സീൽ ഓപ്പൺ ചെയ്തിട്ടുള്ള സാധനം സെറ്റ് ആയിട്ടോ പാക്ക് ചെയ്തേക്കുന്നത്. മോനെ, ഇതാണ് നമ്മുടെ ഫൈനൽ. ഈ പെട്ടിയും കൂടെ ഒന്ന് നോക്കിക്ക്. ഇത് പെട്ടിയല്ല, ഈ സാധനം വലിപ്പം ഇല്ലേ, നല്ല മണമുണ്ട്. ശരി കേട്ടോ. അല്ലെങ്കിൽ ഈ പാക്കിങ്ങിനൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. ഇത്ര ഉള്ളു. ഇതിനാ 355 രൂപ. നോക്കിക്കേ. ഇതില് പൈസ ഇല്ലില്ല, ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന 350 നമുക്ക് വേറെ എന്തൊക്കെ 2 പടം കാണാം. 2 സിനിമ കാണാം. നമ്മുടെ സിനിമ ലവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത് ഏറ്റവും മുഖ്യം. പക്ഷെ എന്നാലും കപ്പിൾസ് ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് സന്തോഷമായിരിക്കും. പക്ഷെ നമ്മുടെ ചോദ്യമുണ്ട്, എന്തിനാ വാലന്റൈൻസ് സംഭവമില്ലേ?
പക്ഷെ ഇതിന് മുന്നേ ഒരു കുറെ 7 ദിവസമൊക്കെ ഉണ്ടല്ലോ റോസ് ഡേ. അതിനെല്ലാം നമ്മളിങ്ങനെ മുട്ടായി വാങ്ങിച്ചിട്ട് പിന്നെ എന്തിന് ഈ വാലന്റൈൻസ് ഇല്ലേ ഓരോ ദിനങ്ങൾ ഓരോ ഇത് പൈസ കളയാനായിട്ട് പൊട്ടിക്കാം കേട്ടോ. പൊട്ടിയിരുന്നു ഇപ്പൊ പൊട്ടിച്ചല്ല പൊട്ടിക്കില്ല. നമുക്ക് നോക്കാം. നീ തന്നെ ഐശ്വര്യമായിട്ട് പൊട്ടിക്കുക. കവറകളണ്ട കവർ നാളെ സ്റ്റോറി എടുത്ത് എന്നാ പുതിയ ലൈൻ സെറ്റ് ആയെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു കൈ ഇങ്ങനെ വെക്കും. നാളെ സ്റ്റോറി ഇടുവൻ നമുക്ക് പൊട്ടിക്കാം. ഇത് നമുക്ക് മാറ്റിയാക്കാം. അതെ 150 രൂപയുടെ ചോക്ലേറ്റ്. അയ്യോ കളയണ്ട. എല്ലാം വില പിടിപ്പിച്ച സാധനമാണ്. ഒന്നും കളയുന്നില്ല. ഒന്നും ഫേവറുള്ളൂ. ഇതിനൊക്കെ എന്തെങ്കിലും ആവശ്യം വരും. ഇവിടെ തിരിച്ചല്ല പറയുന്നത്. ഇങ്ങനെ അത് സാധാ നമ്മുടെ ഈ മുട്ടായി പൊട്ടിക്കുമ്പോൾ സിൽവർ ഞങ്ങൾ കുറച്ച് 1 മണിക്കൂർ ആവുന്നുണ്ട്. അലിഞ്ഞു തുടങ്ങാൻ ചാൻസ്. നമ്മള് പെട്ടെന്ന് തന്നെ അങ്ങ് വീഡിയോ എടുത്തു. നമ്മള് വേറെ കുറച്ച് പരിപാടിയായിരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തേ. നമ്മളങ്ങനെ വാലന്റൈൻസ് അലിഞ്ഞ് തുടങ്ങി കേട്ടോ. അലിഞ്ഞു തുടങ്ങി. ഇവിടുന്ന് പൊട്ടിക്കടാ. ഈ ഒരു ഭാഗത്ത് പൊട്ടി. നമ്മുടെ ഡയറി മിൽക്ക് ഇങ്ങനത്തെ 10 ലെയർ ഉണ്ട്. 8 ചെമ്പത് ഇതുണ്ടെന്ന് തോന്നുന്നു. ഒരു കണ്ടോ എന്താണ് അവര് സ്പെഷ്യലായിട്ട് കാണും. ഈ സാധനമാണോ ഈ സാധനമാണ് 350 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. ഇത് ഞാൻ പറയട്ടെ 100 രൂപയ്ക്ക് അതായത് എന്റെ ഒരു ഇതാണ്. 10 രൂപ ഡയറി 10 വാങ്ങിച്ചാലേ ഒരുമിച്ച് ചിത്രം കാണും. പക്ഷെ ഒരു 10 രൂപയ്ക്ക് നമ്മൾ 10 ഒരുമിച്ച് വെച്ചാൽ ഇതിനെക്കാട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യമായിട്ട് ഇതിനെക്കാട്ടി. ഇതാണ് 80 രൂപ അടുപ്പിച്ച് വെച്ചാൽ ഇത്രയും. പിന്നെ ഒരു ഗുണമാണ് ഇത് മാത്രം അതിനകത്ത് വരും. പിന്നെ വേണ്ട നമ്മുടെ ഈ സാധനം കുറച്ച് പെട്ടി അതിന്റെ എഴുത്ത് എഴുത്ത് അയ്യേ എന്ത് എഴുത്ത് എന്ത് ഇതല്ലേ ഇവിടെ ഒരു സാധനം വരും. ഇവിടെ ഒരു സാധനം വരും. അല്ലാതെ ഒരു ഗുണവും ഇല്ല ഇതുകൊണ്ട്. നമ്മൾ പിന്നെ ഞങ്ങളിത് കഴിക്കാത്തോണ്ടില്ലേ. നമ്മള് കഴിക്കാത്തോണ്ട് കൂടെ ഞങ്ങളിത് വാങ്ങിച്ചത്. അങ്ങനെ പൊളിക്കല്ലേ. നമുക്ക് പൊളിക്കാം. ആ നടുക്ക് പിന്നെ തിന്നെ പൊട്ടിച്ചെടുക്കാടാ ഇത്. അല്ലെങ്കിൽ വളവളാന്നായി ഇരിക്കുക. ആ ഫസ്റ്റ് ലെയർ നീ പൊട്ടിച്ച ഞാൻ പിടിക്കാം. എന്ത് കൊടുക്കും റബ്ബറോ ഇനി ഇത് കഴിച്ചിരുന്നു. പൊട്ടിക്ക് ഡയറി മിൽക്കിന്റെ ടേസ്റ്റ്. എനിക്ക് ടേസ്റ്റ് ഒക്കെ അറിയാലോ. ടേസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നമ്മളങ്ങനെ പൊട്ടിച്ചെടുത്തു. ഹാർട്ട് ഇവിടെ തന്നെ കൊണ്ട് ഹാർട്ടിലൊന്നും നമ്മൾ തൊടുന്നില്ല. ഹാർട്ട് നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കാനില്ലേ. നമ്മൾ ചേച്ചിയുണ്ട് അമ്മയുണ്ടല്ലേ. നമ്മളിതായും കഴിക്കാറില്ല. നമ്മളിത് വാങ്ങിച്ച് വീട്ടുകാർക്ക് കൊടുക്കും. അല്ലാന്നും നമ്മളായിട്ട് വലിയ നോക്കുന്നില്ല. നോർമൽ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് സാധാ നോർമൽ അത്രേ ഉള്ളൂ. ജസ്റ്റ് സ്പെഷ്യൽ ഡേക്ക് ഇത് വാങ്ങിച്ച് ആർക്കെങ്കിലും കൊടുക്കാം. അത്രേ ഉള്ളൂ. നോർമൽ ടേസ്റ്റ് ഒക്കെ അറിയാലോ. ഒന്നും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട നോർമൽ. പക്ഷെ ഏറ്റവും അടിപൊളി 10ന്റെ 10 വാങ്ങിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൊടുത്ത് ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. അവര് മറ്റെല്ലാം ഇതുപോലൊക്കെ എന്തെങ്കിലും ചെയ്തോ. എല്ലാവരും ഇപ്പൊ ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല. അയ്യോ 100 രൂപയ്ക്കകത്ത് കാര്യം കഴിയും. ഇങ്ങനെയൊന്നും കിട്ടത്തില്ലെന്നേ ഉള്ളു. പക്ഷെ നമുക്ക് വെർത്തുവാ. അടിപൊളി സാധനമാ. ശരിയാ. 350 രൂപയ്ക്കുള്ള സാധനമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ആ സമയത്ത് അവരുടെ മാർക്കറ്റിങ് അവരുടെ സ്പെഷ്യൽ എഡിഷൻ ആ ടൈമിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല പോലെ ഉണ്ടാക്കി പറ്റിയിട്ടില്ല. അത് കൊടുക്കത്തില്ല നമ്മുടെ ബൗബൗവിന്. അങ്ങനെ ഇത്രേ ഉള്ളു. നമ്മള് ഇങ്ങനെ അധികം വേണ്ട. അധികം മതി. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അത്ര ഓവർ ഇതാകുമ്പം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡയറി മിൽക്കിനെക്കാട്ടി ഏറ്റവും അടിപൊളി മിൽക്കി ബാറും മഞ്ചും ഒക്കെ. എനിക്ക് മിൽക്കി ബാർ ഇഷ്ടം. മഞ്ച് അത്ര ഇഷ്ടം. വാങ്ങിക്കടാ. നമ്മുടെ കൂടെ ഒരുത്തന്നെ എടുത്തോണ്ട് പോയി. അവന് വാങ്ങിക്കട്ടെ. അവനെ കൊടുക്കണ്ട. അവന് അതെ ഇല്ലേ ഇതിനെക്കാട്ടി ഏറ്റവും അടിപൊളി മതി മഞ്ച് ഇതൊക്കെ. തിന്നപ്പോ തന്നെ മതിയായി. മടുക്കും ഇത് കുറച്ച്. പക്ഷെ മിൽക്കി ബാറൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ കഴിച്ചു നോക്കണം. മിൽക്കി ബാറിന്റെ ഒരു കഴിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ടോ മിൽക്കി ബാറിന് ഇത്രയും വലിയ ബാർ ഞാനതാ ഉദ്ദേശിച്ചേ. മനസ്സിലായോ? ഇത്രയും വലിയൊരു സാധനം ഇറങ്ങണം. മിൽക്കി ബാറും പിന്നെ മഞ്ച് ഇതിന്റെ ഒക്കെ ഭയങ്കര വലിയ അടിപൊളിയാ. നമ്മള് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അടിപൊളിയാ സാധനമൊക്കെ. ശരിയാ. എന്തായാലും ഇത് 350 രൂപയ്ക്കുള്ള സാധനമൊന്നുമില്ല കേട്ടോ. അല്ല
നമ്മൾ ചുമ്മാ ഇതിന്റെ ഒരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചില്ലേ. സർട്ടിഫിക്കറ്റൊന്നുമല്ല, നമ്മള് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ ജസ്റ്റ് വാങ്ങിച്ചു, നമുക്ക് ഇത്ര കാലം നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങുമ്പോഴൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ആരെയും കഴിച്ചില്ല. ഇനി ഇതിന്റെ ചെറുത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ താഴെയുള്ള എഡിഷൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് കൊടുത്തില്ല, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അന്ന് കുറച്ച് കൊടുക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ വാങ്ങി കഴിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ 10ന്റെ ആ പാക്കറ്റ് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. അത് 5 അങ്ങനെ കാണുമല്ലോ, അതേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും വലുതൊന്നും ഇതിന്റെ വാങ്ങിച്ചിട്ട് അങ്ങനെ തിന്നിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി മിൽക്കി ബാർ ആണ് മനസ്സിലായി. മിൽക്കി ബാർ ഈ ഒരു ഐറ്റം ഇറങ്ങിയ തീരാണ്. പക്ഷെ ഇത് പിന്നെ കഴിച്ചുകൊണ്ടിരുന്ന മടുക്കും നമുക്ക്. അത് ശരി, മടുക്കും. ഇത് വാങ്ങിക്കുന്നവർ കൊടുക്കുന്നവർ തന്നെ ആണെങ്കിൽ ഇത് കഴിച്ച് വെച്ചിരുന്നായിരിക്കും തിന്നുന്നത് കാര്യം. അപ്പം കാർട്ട് നമ്മള് വീട്ടുകാർക്ക് കൊടുക്കാനാണ്, അതാണ് ഞാൻ എടുക്കാത്തോളാതെ വെച്ചിരിക്കുന്നത്. അതാണ് ബാക്കി നമ്മൾ എടുത്തു. ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മൾ ചുമ്മാ റിവ്യൂ ഇടാന്ന് പറഞ്ഞ് വന്നതാ. സംഭവം എന്ന് വെച്ചാൽ 350 രൂപയ്ക്ക് ഒന്നുമില്ല. നിങ്ങൾ ആരും ഇത് വാങ്ങിച്ചിട്ട് ഒരു കാര്യം. ഞങ്ങളിത് വാങ്ങിച്ച് ചുമ്മാ ഞങ്ങൾ കഴിച്ചില്ല. കഴിക്കാത്തവരാണെങ്കിൽ വാങ്ങിച്ച സീനില്ലേ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ 350 രൂപയ്ക്ക് സാധനം 100 രൂപയുടെ ചെറുത് വാങ്ങിച്ചു കൊടുക്കുന്ന ഏറ്റവും അടിപൊളി. ഇതിനകത്തൊരു ഗുണമില്ല. ഈ 2 ബോക്സിലെ പെട്ടിയിൽ കുറച്ച് കാര്യമുണ്ട്, അല്ലാതെ അകത്തൊരു ഗിണ്ടിയില്ല. അതാണ് സത്യം. ഇത്ര ഉള്ളല്ലോ, വേറെ ഒന്നും പറയണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ബാക്കി വീട്ടുകാർക്കെല്ലാം കൊടുക്കാം. അതെ, നിങ്ങൾ വാലന്റൈൻസ് ഡേ ഒക്കെ അടിച്ചു ആഘോഷിക്കുക. സിംഗിൾസ് ഒന്നും വിഷമിക്കണ്ട. സിംഗിൾസ് നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും സിംഗിൾസ്, എല്ലാവർക്കും ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഒക്കെ വരും. ഒരിക്കലെങ്കിലൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ. ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, വാങ്ങിച്ച് എക്സ്പീരിയൻസ് ചെയ്യണ്ടായോ. അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അധികം പറഞ്ഞ് ഞങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ആയിക്കണമല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, വാലന്റൈൻസ് ഡേ ആണ് സ്പെഷ്യൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.